എന്റെ ജനനം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം. ഇങ്ങനെ കുറിച്ചിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല ആത്മഹത്യയിൽ അഭയം തേടിയിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ ആ വരികൾ ഇന്നും തുടർച്ചയായി ഉദ്ധരിക്കപ്പെടുന്നത് ക്യാമ്പസുകളിൽ ജാതിയും നിറവും നോക്കിയുള്ള സാമൂഹിക വിവേചനവും ജാതി വെറിയും നിലനിൽക്കുന്നു എന്നതിനാൽ തന്നെയാണ്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കാവുന്ന നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോഴിതാ മറ്റൊരു ജാതി വെറിയുടെ ഇര കൂടി ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകരിൽ നിന്നും ജാതി അധിക്ഷേപം നേരിട്ടിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാമൂഹിക മനസ്സുകളിൽ പുഴുക്കുത്തുക്കളുടെ ദുർഗന്ധം ഇന്നും പ്രകടമാണ് എന്നതിന് ഇതിനകം എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ കേരളത്തിലും രാജ്യത്തും നടന്നു വരുന്ന സാംസ്കാരിക വംശീയതയിലേക്ക് കണ്ണോടിക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. നിതിൻ രാജ് ജാതി വെറിയുടെ ഇരയോ? ഏപ്രിൽ 10-നാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്നും തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി നിതിൻ രാജ് ചാടി ജീവനൊടുക്കിയത്. കോളേജിലെ അധ്യാപകൻ മകനെ ജാതി പറഞ്ഞും പുഴുത്ത പട്ടിയെന്ന് വിളിച്ചും അധിക്ഷേപിച്ചതായി ആരോപിച്ചത് നിതിന്റെ പിതാവ് രാജനായിരുന്നു. പരസ്യമായി ജാതി അധിക്ഷേപം നടത്തിയെന്നും നിറത്തിന്റെ പേരിലും പിതാവിന്റെ തൊഴിലിന്റെ പേരിലും സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുകയാണ്. പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നും പരാതിപ്പെടുകയാണെങ്കിൽ നിന്റെ ബോഡിയാകും ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടി വരികയെന്നും ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു. അധ്യാപകരിൽ നിന്നും നേരിട്ട ദുരനുഭവം പറഞ്ഞ് നിതിന്റേതായി ഓഡിയോ സന്ദേശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോളേജിലെ 3 അധ്യാപകർക്കെതിരെയാണ് ആരോപണങ്ങൾ. ഈ സംഭവത്തിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. 2004-ൽ അടൂർ IHRD കോളേജ് വിദ്യാർത്ഥിനി രചന S ആനന്ദ് ജീവനൊടുക്കിയത് കേരളത്തിൽ ആദ്യകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദളിത് വിദ്യാർത്ഥി ആത്മഹത്യകളിൽ ഒന്നായിരുന്നു. സാമ്പത്തികമായ അസമത്വവും വായ്പാ കെണിയും ജീവനൊടുക്കലിന് കാരണമായതിനു പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾക്കും ഈ സംഭവം തുടക്കമിട്ടിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനം കാരണം ജീവനൊടുക്കാൻ ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ചൈതന്യകുമാരി മാസങ്ങളോളം കോമയിലായ ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. കേസിൽ ജാതി വിവേചന ആരോപണങ്ങളും അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. ജാതി വിവേചനം പറഞ്ഞ് തന്റെ പഠനം 10 വർഷത്തോളം വൈകിപ്പിച്ചു എന്ന് ആരോപിച്ച് നിരാഹാര സമരം നടത്തിയ MG സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി ദീപ P മോഹനന്റെ പോരാട്ടം നമ്മുടെ സമൂഹം ചർച്ച ചെയ്തതാണ്. ജാതി മത അധിക്ഷേപങ്ങളെ തുടർന്ന് കൊല്ലം സ്വദേശി ഫാത്തിമ ലത്തീഫ് ഉൾപ്പെടെ 3 മലയാളി വിദ്യാർത്ഥികളും മദ്രാസ് IIT-യിൽ ജീവനൊടുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ സ്ഥിതിവിവര കണക്കുകൾ ആശങ്കാജനമാം വിധമുയരുകയാണ്. പ്രതിവർഷം 14,000-ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ഔദ്യോഗിക ഏജൻസിയായ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവസാന കണക്കുകൾ പുറത്തുവിട്ടത് 2025-ലായിരുന്നു. അതും 2023-ലെ കണക്കുകളായിരുന്നു അവ. ആ റിപ്പോർട്ട് പ്രകാരം 2023-ൽ ഇന്ത്യയിൽ ആകെ 13,892 പേരാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആത്മഹത്യാ നിരക്കിൽ ഉണ്ടായതാകട്ടെ 65% വർധനവാണ്. 2021-ൽ 13,089 പേരും 2022-ൽ 13,044 വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്തു. അമിതമായ പഠനഭാരം, ക്യാമ്പസ് സെലക്ഷൻ ഉൾപ്പെടെ തൊഴിൽപരമായ ആശങ്കകൾ, ജാതി വിവേചനം, മാനസികമായ ഒറ്റപ്പെടൽ ഇവയൊക്കെയും ഈ ആത്മഹത്യകൾക്ക് കാരണമാണ്. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി ആത്മഹത്യകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി ആത്മഹത്യകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് 15 മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. 2005 മുതൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നമ്മുടെ രാജ്യത്തെ IIT-കളിലെ 115 വിദ്യാർത്ഥികളെങ്കിലും ആത്മഹത്യ ചെയ്തതായുള്ള IIT കാൺപൂരിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗ്ലോബൽ IIT അലൂമിനി സപ്പോർട്ട് ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ ധീരജ് സിംഗ് സമർപ്പിച്ച റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഇതിൽ തന്നെ 98 മരണങ്ങൾ ക്യാമ്പസിനുള്ളിലായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ 56 തൂങ്ങി മരണങ്ങളുണ്ട്. 17 മരണങ്ങൾ ക്യാമ്പസിന് പുറത്തും റിപ്പോർട്ട് ചെയ്തു. 2005-നും 2024-നും ഇടയിൽ IIT മദ്രാസിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 26 മരണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 18 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തത് IIT കാൺപൂരും 13 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് IIT ഖൊരഗ്പൂരും 10 മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് IIT ബോംബെയിലുമാണ്.
2021 മുതൽ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ വൻ വർധനവ് വന്നു. 65 വിദ്യാർത്ഥികളാണ് 5 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ദലിത്, ആദിവാസി, അതല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതും എടുത്തു തന്നെ പറയണം. ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനവും ഒറ്റപ്പെടലും ഇത്തരം മരണങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ആകെ കണക്കുകളല്ലാതെ വർഷവും സംസ്ഥാനവും തിരിച്ചുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശമില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോച്ചിംഗ് സെന്ററുകളിലും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണവും ഇതിന്റെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകളും ലിംഗം, ജാതി എന്നിവ തിരിച്ചുള്ള വിവരങ്ങളും ലഭ്യമാക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് കൃത്യമായ കണക്കുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. പകരം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളെ ആശ്രയിക്കാനാണ് നിർദ്ദേശിച്ചത്. ഈ വിവരങ്ങൾക്കായി നൽകിയ വെബ്സൈറ്റ് ലിങ്ക് പരിശോധിക്കുമ്പോൾ 2023 വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യം. പലപ്പോഴും ഈ ലിങ്ക് നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. 2026 ആയിട്ടും കൃത്യമായൊരു ഡേറ്റ ലഭ്യമാക്കാത്തത് ദുരൂഹവുമാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളെ കുറിച്ചുള്ള വിവരങ്ങളിലും സർക്കാർ മൗനം പാലിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ നേരിടുന്ന ജാതി വിവേചനവും പീഡനങ്ങളും അവസാനിപ്പിക്കുക എന്നതായിരുന്നു രോഹിത് വെമുല ആക്ടിന്റെ ലക്ഷ്യം. 2016 ഹൈദരാബാദ് സർവകലാശാലയിൽ ജാതി വിവേചനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത രോഹിത് വെമുലയുടെ ഓർമ്മയ്ക്കായാണ് ഈ നിയമത്തിന് അദ്ദേഹത്തിന്റെ തന്നെ പേര് നൽകിയിരിക്കുന്നത്. ഈ ആക്ട് രാജ്യവ്യാപകമായി ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എങ്കിലും കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ആക്ട് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ രാജ്യവ്യാപകമായി രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതുമാണ്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു കാണുന്ന സാംസ്കാരിക വംശീയത സമൂഹത്തിന്റെ മനസ്സിന് ബാധിച്ച ഏറ്റവും വലിയ ദുഷിപ്പാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങളും വർണ്ണാധിഷ്ഠിതമായ മുൻവിധികളും ഇന്നും നിലനിൽക്കുന്നു എന്നത് നമ്മുടെ നവോത്ഥാന ചിന്തകൾക്കുള്ള തിരിച്ചടിയുമാണ്. കറുപ്പിനെ വെറുക്കുന്നവരും ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിക്കുന്നവരും അവരുടെ മനസ്സിലെ ഇരുട്ടിനെ തിരിച്ചറിയേണ്ടതുണ്ട്. മുൻവിധികളെ തുടർന്നുള്ള ആക്ഷേപത്തിൽ പൊലിയുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ജീവനും ഒരു വ്യവസ്ഥിതിയുടെ പരാജയം കൂടിയാണ്. ഇനിയും ഇത്തരം ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു വിഷയമായി സ്പോട്ട്ലൈറ്റ് നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.